ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ B2 ലെവൽ ഗൊയ്ത എക്സാം, ടെലിക്ക് എക്സാം, അങ്ങനെയൊക്കെ കുറേ എക്സാമുകൾക്ക് എക്സാം എഴുതാൻ പോകുന്നവർക്കും എഴുതാൻ ഇരിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് B2 സ്പ്രെഹൻ്റെ പ്രിപ്പറേഷൻ, അതായത് എങ്ങനെയാണ് എക്സാം വരുന്നത്, എത്ര സമയമുണ്ട്, എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ, എക്സാമിൻ്റെ പാറ്റേൺ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ തുടർന്നും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്പ്രെഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഹന് 2 ടൈലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈല് വരുന്നതാണ് തേമ പ്രസൻറ്റേഷൻ. അതായത് ഒരു തേമ ഉണ്ടായിരിക്കും, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, അതാണ് വരുന്ന ഫസ്റ്റ് ടൈല്. അപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മിനിറ്റാണുള്ളത്. 4 മിനിറ്റിനുള്ളിൽ നമ്മൾ തേമ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽ 2 ഡിസ്കസ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ഒരു പാർട്ട്ണറും കാണും, 2 പേരും കൂടെയാണ് ചെല്ലുന്നത്. അപ്പം ആ 2 പേരും തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദാഗേകനും ദാഫ്യൂറും. അതായത് ഒരാൾ ഫോറായിട്ടും ഒരാൾ എഗെയിൻസ്റ്റ് ആയിട്ടും 2 പേരും ഡിസ്കസ് ചെയ്യും ഒരു ടോപ്പിക്ക്. അതാണ് വരുന്നത് ഡിസ്കസ്ഷൻ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ടൈം തരും, അതായത് 10 to 15 മിനിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ടൈം തരും അവർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. അതായത് നമുക്ക് ഡിസ്കസ്യൂണും തേമയ്ക്കുമുള്ള പുങ്ക്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം തരും. ആ സമയത്ത് നമ്മൾ പുങ്ക്റ്റ് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പുങ്ക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടു നോട്ട് ദ പോയിൻ്റ്. ആദ്യം പോയിൻ്റ് നല്ല കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റെയർ ആയിട്ടുള്ള കണക്ടേഴ്സ് ആയിരിക്കും നോട്ട് ചെയ്യേണ്ടത്. കണക്ടേഴ്സൊക്കെ നോട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ജസ്റ്റ് ആഡ് ചെയ്തിട്ടാലും മതി. ഓരോ പുങ്ക്റ്റിൻ്റെ കൂടെ അതിന് ആഡ് ചെയ്യേണ്ട കണക്ടേഴ്സ് നമ്മൾ ബ്രാക്കറ്റിൽ ആഡ് ചെയ്തിടുക, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഒരിക്കലും പുങ്ക്റ്റ് സെൻറ്റൻസ് രീതി പുങ്ക്റ്റ് മേക്ക് അല്ല ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്കൊരു ഇതൊക്കെ വെക്കണം, നമുക്കൊരു കോഡ് വെക്കണം. കോഡൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഒരു പുങ്ക്റ്റ് ആഡ് ചെയ്യാൻ. പിന്നെ അടുത്തത് വരുന്നത് എല്ലാ പുങ്ക്റ്റും അത്യാവശ്യം ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ പറയുമ്പോഴത്തേനും എല്ലാ പുങ്ക്റ്റും ഇൻക്ലൂഡ് ചെയ്യാൻ പറയാൻ ശ്രമിക്കുക. നമ്മൾ പറയാൻ ശ്രമിക്കുന്ന എല്ലാ പുങ്ക്റ്റും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുമല്ലോ. ഒരു 4 പുങ്ക്റ്റൊക്കെ എഴുതുക. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ മോക്ലിഷ് കൈറ്റുകൾ, ഇപ്പം നമുക്ക് ഒരു 3 മോക്ലിഷ് കൈറ്റാണ് നമുക്കൊരു തേമയിൽ പറയേണ്ടത്. ഒരു ടോപ്പിക്ക് കിട്ടുവാണെങ്കിൽ ആ ടോപ്പിക്കിൽ 3 മോക്ലിഷ് കൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ തേമ പറയുന്നത്. അപ്പോൾ ആ 3 മോക്ലിഷ് കൈറ്റിന് നമ്മൾ 2 ഫോർട്ടയിലും 1 നാക്ടയിലും പറഞ്ഞാൽ മതി. അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോർട്ടയിലും 1 നാക്ടയിലും മാത്രം ആ പുങ്ക്റ്റിൽ എഴുതിയാൽ മതി. നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് പറയുക. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് മൊത്തവും നമ്മൾ പുങ്ക്റ്റായിട്ട് എഴുതി വെക്കരുത്. കുറച്ചൊക്കെ നമ്മുടെ മൈൻഡിലും കുറച്ചൊക്കെ നമ്മൾ പുങ്ക്റ്റായിട്ടും നമ്മൾ ആഡ് ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ്യൂണും ഉള്ളതും നമ്മുടെ തേമയ്ക്ക് ഉള്ളതും രണ്ടും ഈ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു 10 അല്ല 15 മിനിറ്റ് ആയിരിക്കും തരുന്നത്. അതിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡി ആവുക. ഓക്കെ, അത് റെഡിയായി കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സിലേക്കായിരിക്കും. എക്സാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴത്തേനും അവിടെ ട്യൂട്ടേഴ്സ് കാണും. ട്യൂട്ടേഴ്സ് അവിടെ വന്ന് നമ്മളവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ചോദ്യം ചോദിക്കും. ഫസ്റ്റ് തന്നെ ചോദ്യം ചോദിക്കും. അവർ ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നാളായിട്ടാണ് പഠിക്കുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങൾ ഫസ്റ്റ് തന്നെ അവർ ചോദിക്കും. അപ്പോൾ അത് ചോദിച്ച് കഴിയുമ്പോഴത്തേനാണ് പിന്നെ നമ്മളോട് എങ്ങനെയാണ് എക്സാം വരുന്നത്, അങ്ങനെ ഇതൊക്കെ ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. നമ്മളോട് പറയും ഇന്നയാൾ തുടങ്ങിക്കൊള്ളാൻ പറയും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എക്സാമിനറല്ല നോക്കുന്നത്, നമ്മൾ നമ്മുടെ പാർട്ട്ണറെ നോക്കി വേണം നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മുഖത്ത് തന്നെ നോക്കി പറയാൻ നോക്കുക. കാണാപ്പാഠം പഠിച്ച പോലെയും അതുപോലെ തന്നെ നമുക്കൊരു തപ്പലും ഒന്നും വരാതെ നല്ല കോൺഫിഡൻസോടു കൂടി തന്നെ നമ്മൾ പറയുക. തെറ്റിയാലും സാരമില്ല, നമ്മൾ നിർത്തരുത്. അവിടെ വെർബ് കോൺജുഗേഷനോ വെർബ് മാറിപ്പോയോ അതൊന്നും നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന ആ ഫ്ലോയിൽ തന്നെ നമ്മൾ നിർത്താതെ പറഞ്ഞങ്ങ് പോകുക, അത്രേ ഉള്ളൂ. കോൺഫിഡൻസോടുകൂടി പറയുക, അത്രേ ഉള്ളൂ. അതങ്ങ് പറഞ്ഞ് നിർത്തി കഴിയുമ്പം നമ്മളെല്ലാം പറഞ്ഞു കഴിയുമ്പം
മൈനൂന്നൊക്കെ പറഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്രാഗ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ചോദിച്ച് കഴിയുമ്പോൾ അവർ പറയും യാ. അപ്പോൾ പാർട്ട്ണർ പറയും യാ ഉണ്ട്, എനിക്ക് ഫ്രാഗ ഉണ്ടെന്ന് പറയും. പറയുമ്പോഴത്തേനും നമ്മൾ എന്താണ് ചോദിച്ച് കഴിയുമ്പോൾ അതിന് ആൻസർ പറയുന്ന മുമ്പ് അവർക്ക് നമ്മൾ എന്താണ് ഫിൽ ഇൻ ടാങ്ക് പറയുക. ഫിൽ ഇൻ ടാങ്ക് പറഞ്ഞിട്ട് വേണം നമ്മൾ അവരുടെ ക്വസ്റ്റ്യന് ആൻസർ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ തേമ പ്രസൻറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ തന്നെയാണ് അടുത്ത പാർട്ട്ണറും വരുന്നത്, സെയിം സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ എക്സാമിനർ നമ്മളോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയുക. ആ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവർക്കും താങ്ക്സ് പറയുക. അപ്പോൾ ഈ താങ്ക്സ് പറയുന്നത് പൊളൈറ്റായിട്ട് തന്നെ പറയുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പൊളൈറ്റായിട്ട് തന്നെ ഡീൽ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസർ പറയുക. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അത്യാവശ്യം നമുക്ക് മൈൻഡിൽ കിട്ടും, ഓർക്കാനുള്ള ടൈം കിട്ടും. അടുത്തതാണ് ഡിസ്കസ്യോൺ. ഡിസ്കസ്യോൺ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടോപ്പിക്ക് നമുക്ക് തരും, ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മൾ പോയിന്റ് പ്രിപ്പയറും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അതാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഡിസ്കഷൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ 2 പാർട്ട്നേഴ്സ് ആയിരിക്കും. പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഡിബേറ്റ് പോലെയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, 2 പേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പോയിന്റും കറക്റ്റായിട്ട് തന്നെ നമ്മൾ പറയുക. അതായത് ഇപ്പം നല്ല പോയിന്റുകൾ, നല്ല ന്യായമായിട്ടുള്ള കറക്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ പോയിന്റുകളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുക. ആമൻ്റെയിൽ നമ്മൾ പിന്നെ അത്യാവശ്യം കോൺഫിഡൻസ് കുറവുള്ള പോയിന്റ് പറയുക. ഓക്കെ, അങ്ങനെ 2 പേരും പറയുക. 4 പോയിന്റും വരെ പറയുക, നിർത്തുക. മിനിമം ഒരു 3 പോയിന്റ് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ പറഞ്ഞ് നിർത്തുകയാൽ മതി. അത് 4 എണ്ണം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 2 എണ്ണമെങ്കിലും നമ്മൾ നെഗേറ്റ് ചെയ്തിരിക്കണം. നെഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു റിജക്റ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ പറ്റത്തില്ല, സോറി, ഇങ്ങനെ പറ്റിയ അത് ഇന്ന കാരണത്താൽ ഇത് ദോഷമാണ് എന്ന രീതി റീസണും പറഞ്ഞ് അങ്ങനെ നെഗേറ്റ് ചെയ്യുക 2 പോയിന്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും വിട്ടുകൊടുത്ത് നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കേണ്ട. നമ്മൾ വിട്ടുകൊടുക്കാതെ 2 പേരും 2 മൈനുങ്ങിൽ തന്നെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നമ്മളുടെ ഡിസ്കസ്യോണിൽ നല്ലത്. ഒരിക്കലും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് ആരുടെ കയ്യിലേക്കാണ് അത് വിട്ടുകൊടുക്കുന്നത് അവർക്ക് മാർക്ക് കൂടുതൽ വരും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസ്കസ്യോൺ ഇത്രേ ഉള്ള കാര്യം വരുന്നുള്ളൂ. ഡിസ്കസ്യോണും നമുക്ക് 4 മിനിറ്റാണ് ടൈം വരുന്നത്. അപ്പോൾ 4 മിനിറ്റിനുള്ളിൽ തന്നെ ഡിസ്കസ്യോണും തേമയും നമ്മൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവർ നിർത്തിക്കും, അവരധികം സമയം തരത്തില്ല, നമുക്ക് ആലോചിച്ചിരിക്കാനൊന്നും സമയം തരികയില്ല. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പം, അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും പേടിച്ച് പോകരുത്. നമുക്ക് എന്താണോ കിട്ടുന്നത് അത് അറിയാവുന്ന വെച്ച് നമുക്ക് പറയുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും തപ്പിത്തടഞ്ഞ് അറിയാൻ വയ്യല്ലോ എന്ന രീതി ടെൻഷൻ അടിക്കാതിരിക്കുക. കോൺഫിഡൻസോട് തന്നെ പറയുക. തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്കേ അറിയത്തുള്ളൂ അത് തെറ്റിയെന്നുള്ളത്, അവർക്കത് അറിയണമെന്നില്ല. അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ഫ്ലോയിൽ തന്നെ ബാക്കിയും പറഞ്ഞോണം. അപ്പോൾ അത്രേ ഉള്ള കാര്യം, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്ണറായിട്ട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.